ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യയിലെ ഇറാൻ എംബസി. ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ യുഎസ് നടത്തിയ ആക്രമണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്ന് ഇറാൻ എംബസി വിമർശിച്ചു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇറാനെതിരെ ആരോപണവുമായി ട്രംപ് രംഗത്തെത്തിയത്. ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. യുഎസ് ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വാദം. ഇന്ത്യയിലെ ഇറാൻ എംബസി എക്സിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇന്ത്യൻ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 ഇന്ത്യൻ കപ്പലുകളെ ആക്രമിക്കുകയും 3 നിരപരാധികളായ ഇന്ത്യൻ നാവികരെ വധിക്കുകയും ചെയ്ത അമേരിക്കയുടെ ക്രൂരതയിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണിത്. ഇത് തികച്ചും പരിതാപകരമാണെന്നും ഇറാൻ കുറിച്ചു. അതേസമയം അമേരിക്കൻ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ കേന്ദ്ര സർക്കാർ അപലപിച്ചു. ആക്രമണത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ വിദേശകാര്യമന്ത്രി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ വിളിച്ച് കടുത്ത പ്രതിഷേധം അറിയിച്ചതായി വ്യക്തമാക്കി. നേരത്തെ വിഷയത്തിൽ യുഎസിന്റെ ഉന്നത നയതന്ത്ര പ്രതിനിധിയെ വിളിച്ച് കേന്ദ്ര സർക്കാർ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. ഗൾഫ് ഓഫ് ഒമാനിൽ പലാവു പതാകയേന്തിയ സെറ്റബെല്ലോ എന്ന എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ നാവികസേന നടത്തിയ ആക്രമണത്തിലാണ് കപ്പൽ ജീവനക്കാരായ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത്. കപ്പലിലാകെ 24 ഇന്ത്യക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ആക്രമണത്തെ തുടർന്ന് കാണാതായ 3 പേരാണ് മരണപ്പെട്ടതെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെ ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്ന 2 കപ്പലുകൾ കൂടി അമേരിക്ക ആക്രമിച്ചു. ജൂൺ 8-ന് 24 ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്ന മാരിവെക്സ് എന്ന പലാവു പതാകയുള്ള കപ്പൽ യുഎസ് സൈന്യം തകർത്തു. കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. വ്യാഴാഴ്ച 20 ഇന്ത്യൻ ജീവനക്കാർ ഉണ്ടായിരുന്ന ഗിനിയ ബിസാവു പതാകയേന്ത്യ ജൽവീർ എന്ന കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ അമേരിക്കയുമായി ഇതാദ്യമായി ഒരു കരാറിനരികിലെത്തിയതായി ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ ചടങ്ങില്ലാതെയും ഒപ്പുവെക്കൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേവലം അനുമാനങ്ങൾ വാർത്തയാക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും അന്തിമ തീർപ്പായാൽ കരാറിന്റെ മുഴുവൻ ഉള്ളടക്കവും പൊതുസമൂഹത്തെ അറിയിക്കുമെന്നും അറാഗ്ചി അറിയിച്ചു. ഇറാനിയൻ മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നതിന് പിന്നാലെയാണ് അറാഗ്ചിയുടെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കരാറിലെ നിർണായക വിവരങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് പിന്നാലെയായിരുന്നു അറാഗ്ചിയുടെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കരാറിലെ നിർണായക വിവരങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ ചോർത്തുന്നുവെന്ന് ട്രംപ് ആരോപണം ഇന്നലെ ഉന്നയിച്ചിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം തയ്യാറായതായി പാക് പ്രധാനമന്ത്രിയും വ്യക്തമാക്കി. സമാധാന കരാറിന്റെ മിനുക്കുപണികൾക്കായി ഇറാനും അമേരിക്കയും അടുത്ത സമ്പർക്കം പുലർത്തി വരികയാണെന്നും സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും ഇത്രമാത്രം അടുത്തുവന്നത് ഇതാദ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞായർ അല്ലെങ്കിൽ തിങ്കളാഴ്ച കരാർ ഒപ്പുവെക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. അറാഗ്ചിയുടെ എക്സ് പോസ്റ്റ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഉറപ്പുകൾ പാലിച്ചാൽ ഇറാന് സാമ്പത്തിക നേട്ടം ലഭിക്കുമെന്നും കരാറിൽ ഒപ്പുവെച്ചതുകൊണ്ട് മാത്രം ഫണ്ടുകൾ വിട്ടുകിട്ടില്ലെന്നും യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയാനാവശ്യമായ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു. പിന്നാലെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാന് പണം നൽകിയെന്ന വാർത്തകൾ UAE നിഷേധിച്ചു. ആക്രമണം നിർത്തിവെക്കാൻ $20 കോടി ഇറാന് നൽകാൻ ഡീൽ ഉണ്ടാക്കിയെന്നും ഇതിൽ 3 ബില്യൺ കൈമാറിയെന്നായിരുന്നു വാർത്ത. ഇതാണ് ഇറാൻ നിഷേധിച്ചത്. അത്തരമൊരു ഇടപാടും ഇറാനുമായി നടത്തിയിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ കൈമാറിയിട്ടില്ല. $3 ബില്യൺ നൽകിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടും അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.